ഹലോ. അപ്പം നമ്മളിന്നൊരു ഫിഷ് ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു റിവ്യൂവും ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണേ. ഇത് ആക്ച്വലി നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ ഹാളിൽ തന്നെ TV സ്റ്റാൻഡിൽ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് വേറെ വെക്കാൻ സ്ഥലം ഇതുവരെ ശരിയാക്കി കിട്ടിയിട്ടില്ല. സോ ഇപ്പോഴത്തേക്ക് ഇവിടെ വെക്കാമെന്നാണ് പ്ലാൻ. ആക്ച്വലി ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാണേ. ഓൺലൈനിൽ മിനി അക്വേറിയം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, ഈ ഒരു സംഭവം കിട്ടും. ഇത് ആക്ച്വലി 2 കളേഴ്സിലുണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ മറ്റേ ഫിൽറ്റർ വരുന്നുണ്ട്, ഫിൽറ്ററും ലൈറ്റിങ്ങും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കാമല്ലോ, TV-യുടെ ഇതിനകത്ത് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. പിന്നെ ഈ മെർമെയ്ഡ്സൊക്കെ ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചത്. ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ. ഈ 200 and something ആയതേ ഉള്ളൂ കേട്ടോ. ഈ 2 മെർമെയ്ഡും ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ ടിയാമ്മയ്ക്ക് മെർമെയ്ഡിനെ ഭയങ്കര ഇഷ്ടമായതും കൊണ്ട് ഞാൻ 2 മെർമെയ്ഡിനെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റോൺസൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്, അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു. പിന്നെ ഇവനാണ് നമ്മുടെ ഫിഷ്. ഈ ഒരാളെ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പം ഇത് ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പം ഈ ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിഷിൻ്റെ മറ്റേ ഗിൽസിലും വാലിലും ഒക്കെ ഒരു ഔട്ട്ലൈൻ ഒരു ബ്ലാക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇവനെ വാങ്ങിച്ചിട്ട് ലൈക്ക് 1 വീക്കായി. ബട്ട് നമ്മൾ ഈ ടാങ്കൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ എപ്പോഴായിരുന്നു കിട്ടിയത്. സോ ഈ ടാങ്കിലോട്ട് ഇന്നാണ് നമ്മൾ വീക്കെൻഡൊക്കെ ആയതും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഈ ടാങ്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളിന്ന് ഫിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ ടാങ്കിനകത്ത് നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ടാങ്കിനകത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ടാങ്കിൻ്റെ ലൈറ്റ് ഉണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ട് മുകളിൽ. ആ മുകളിലത്തെ ലൈറ്റ് തന്നെ പല പല കളേഴ്സിലുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതൊരു ബ്ലൂയിഷ് ഒരു കളറാണ്. പിന്നെ ഇതൊരു കളറാണ്. പിന്നെ ഇതൊരു കളറാണ്. അങ്ങനെ ഒരു 3 കളേഴ്സ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ ഇത്രയും കളേഴ്സ് ഇങ്ങനെ ഉണ്ട്. ആ കളേഴ്സ് തന്നെയാണ് നമ്മൾ റിഫ്ലക്റ്റ് ആവുന്നത് ഈ വെള്ളത്തിൽ. നമ്മളപ്പം ഇപ്പോഴത്തേക്ക് ഈ പ്ലെയിൻ കളേഴ്സും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ കളേഴ്സ് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇവൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓടിച്ചാടി നടക്കുകയാണ്. അപ്പോൾ നേരത്തെ നമുക്കൊരു സിലിണ്ട്രിക്കൽ ഒരു ബോട്ടിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് അധികം സ്ഥലമില്ലാതെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇച്ചിരി സ്ഥലം കിട്ടിയതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഈ മെർമെയ്ഡ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. 2 മെർമെയ്ഡും ഇത് 2ഉം കൂടെ സിംഗിൾ പീസായിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചത്. ലൈക്ക് 1 ഗോയിൽ തന്നെ വാങ്ങിച്ചതാണ്, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതല്ല. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത് ഈ അക്വേറിയം. ബിക്കോസ് ഞാൻ ഓർത്ത് ഈ മെർമെയ്ഡും സ്റ്റോൺസും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് അല്ലാതെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കധികം കാണത്തില്ല. പിന്നെ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഇപ്പോൾ TVയും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് വൈറ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബോറായിരിക്കും. പിന്നെ മെയിൻ കാര്യം ഇതിൻ്റെ മുകളിൽ വൈറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കുകയും അഴുക്ക് പിടിക്കുകയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചത്. ഇതാണ് ഈ അക്വേറിയത്തിൻ്റെ ഒരു ബ്രാൻഡ് നെയിം, ബ്ലൂ പെറ്റ് എന്നാണ്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ മെർമെയ്ഡ്സിൻ്റെ ആണെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു രക്ഷയില്ല, ഭയങ്കര ക്യൂട്ടാണ് ഈ മെർമെയ്ഡ്സ്. പിന്നെ ഞാൻ വേറെ ഒന്നും സംഭവങ്ങൾ ഇട്ടിട്ടില്ല. കുറച്ച് സ്റ്റോൺസ്, പിന്നെ കളർഫുൾ സ്റ്റോൺസ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് വലിയ വൈറ്റ് സ്റ്റോൺസ് ഞാൻ ജസ്റ്റ് മെർമെയ്ഡിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു മിനി സെറ്റപ്പിന് അടിപൊളിയാണ്, വലിയ സംഭവമല്ല. ഇപ്പം ഞാൻ കൈ വെച്ച് കാണിക്കാമല്ലോ, അത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടാങ്ക്. അപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്, എൻ്റെ കൈ കണ്ടുകൊണ്ട് വരുന്നതാണ്. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഇതെനിക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് സേഫായിട്ട് നമ്മൾ നോക്കണം. ബിക്കോസ് ടിയാമ്മ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മുന്നേ തന്നെ ഓടി നടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരുത്, തട്ടരുത്, എടുത്ത് മാറ്റും, അല്ലെ ആർക്കെങ്കിലും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതും കൊണ്ട് കക്ഷി കുറച്ച് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പാമ്പർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷേ നമ്മൾ ആ മുകളിലത്തെ ലൈറ്റ് ഈ എന്താ പറയുക ഈ പിങ്കും ബ്ലൂവും ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഈ ഫിഷ് അതിൻ്റെ അടിയിലോട്ട് പോകുമ്പോഴേ ഇതിൻ്റെ ഗിൽസിന് ആ ലൈറ്റ് കിട്ടുമ്പം വേറൊരു കളറാണ്. ഗിൽസും പിങ്ക് കളറും പേർപ്പിൾ കളറും ഒക്കെ ആയിട്ട് തോന്നിക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് ഞാൻ നോക്കട്ടെ കിട്ടുന്നുണ്ടോ എന്ന്. മേളിൽ പോയാൽ ചിലപ്പം ആ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ഫോണിലെടുക്കുന്നതായതുകൊണ്ട് വലിയ കാര്യമായിട്ട് എനിക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോഴേ ആ ഗിൽസിൻ്റെ കളേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിന് ഓടിക്കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ. പിന്നെ ലിങ്ക്സ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ, ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബായ്.